നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വാളകം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ ഒരാഴ്ചയായി തുടരുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനെതിരെയാണ് പ്രതിഷേധം. BDC വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ ജ്വാല നടത്തി. നെഹ്റു പാർക്കിലാണ് പ്രതിഷേധ ജ്വാല നടത്തിയത്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 7ാമത് എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനം ഏപ്രിൽ 22-ന്. സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്യും. മണ്ണാൻകടവ് തോട്ടിലേക്ക് വീണ്ടും ശുചിമുറി മാലിന്യം തള്ളി. പ്രധാനമായും സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളാണ് തള്ളുന്നത്. ആരക്കുഴ റോഡിൽ നിന്ന് തോട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് മാലിന്യ നിക്ഷേപം. വാഴക്കുളം മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടിയ പോലീസിനെ അഭിനന്ദിച്ച് മർച്ചന്റ് അസോസിയേഷൻ രംഗത്ത്. നൈറ്റ് പെട്രോളിംഗും നിരീക്ഷണവും ശക്തമാക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. വാളകം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ ഒരാഴ്ചയായി തുടരുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനെതിരെയാണ് ഇടതുപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. വാളകം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയെ തുടരുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പഞ്ചായത്തിലെ ജനജീവിതത്തെ ദുരിതത്തിലാക്കിയ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാറയരുതോട്ടം പമ്പ് ഹൌസിൽ നിന്ന് കുടിവെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള പ്രധാന മോട്ടോർ തകരാറിലായതിനെ തുടർന്ന് പകരം സംവിധാനം ഏർപ്പെടുത്താത്തതിനാൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയും അലംഭാവവും ഉണ്ടായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മെമ്പർമാർ വാട്ടർ അതോറിറ്റി മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി പ്രതിഷേധിച്ചത്. നിലവിലുള്ള 2ാമത്തെ മോട്ടോർ കേടുപാടുകൾ തീർത്ത് പ്രവർത്തനക്ഷമമായി സൂക്ഷിക്കാത്തതും ജലക്ഷാമം രൂക്ഷമായ ഇടുങ്ങിയ റോഡുകളുള്ള സ്ഥലങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാത്തതും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. 12-ാം തീയതി മുതൽ കുടിവെള്ളം വിതരണം വാട്ടർ അതോറിറ്റിയുടെ മുടങ്ങുകയും ഈ നാളിതുവരെ പ്രത്യേകിച്ച് വിഷു പോലുള്ള ദിവസം ഇത്രയും വേനൽ കടുക്കുകയൊക്കെ ചെയ്തിട്ടും പഞ്ചായത്ത് വേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന തരത്തിലാണ് ഇവിടെ ഇയുടെ ഓഫീസിൽ വന്ന് ഇയോട് വാട്ടർ അതോറിറ്റിയാണ് വെള്ളം എത്തിക്കേണ്ടത് എന്ന തരത്തിൽ ഞങ്ങൾ ഇയെ കാണുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് വളം ഗ്രാമപഞ്ചായത്തിൽ വെള്ളം എത്തിച്ചു കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ കുടിവെള്ളം മുടങ്ങിയപ്പോൾ ചെയ്യേണ്ടത് വാളവും പഞ്ചായത്താണെന്നും പഞ്ചായത്ത് നാളെ ഇതുവരെയും വാക്കാൽ വിളിച്ച് വെള്ളം മുടങ്ങിയ കാര്യം പറഞ്ഞതല്ലാതെ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഒരു കത്ത് വാങ്ങി കളക്ടർ മുഖാന്തരമോ ഏതെങ്കിലും തരത്തിൽ അവിടെ കുടിവെള്ള വിതരണം നടത്തുവാൻ വണ്ടിവെള്ളം എത്തിക്കുവാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ഒരാഴ്ച കാലമായിട്ട് ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. കുടിവെള്ളം ഇപ്പോൾ വാളകം പഞ്ചായത്ത് ഒരു വണ്ടിയിൽ 15 വാർഡിലേക്കായിട്ടാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്. ഈ 15 വാർഡിലേക്ക് വെള്ളം ഒരു വണ്ടിയിൽ എത്തിയ മാക്സിമം ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ഓരോ വാർഡിലും ഒരു വണ്ടി വെള്ളം എത്തും. ഒരു വണ്ടി വെള്ളം എത്തുമ്പോൾ 1000-ന് മേളിൽ വോട്ടർമാർ തന്നെയുണ്ട്. ജനസംഖ്യ എടുത്താൽ കൊച്ചു കുട്ടികളടക്കം ഒരു 1500 പേര് 2000 പേരൊക്കെ ഉള്ള വാർഡുകളിൽ ഒരു 2000 ലിറ്ററിൻ്റെ ഒരു വണ്ടി വെള്ളം വന്നാൽ എങ്ങനെ കുപ്പിയിൽ വെള്ളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഈ ദുരിതത്തിനൊരു പരിഹാരം കാണുവാനാണ് ഞങ്ങളിവിടെ വന്നതും ഇയെ കണ്ടതും. ഈ പറഞ്ഞിരിക്കുന്നത് 2 ദിവസത്തിനകം പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടന്നില്ലെങ്കിൽ വലിയ ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു വലിയൊരു പ്രക്ഷോഭം തന്നെ വാട്ടർ അതോറിറ്റിയിലേക്കും അതോടൊപ്പം തന്നെ വാളകം ഗ്രാമപഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥയും മാത്രം നടക്കുന്ന പഞ്ചായത്തിലേക്കും പോകേണ്ടി വരുന്നു. പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ളത് ഏതോ ടൂർ പ്രോഗ്രാമിലോ എവിടെയാണെന്നാണ് കേട്ടത്. എന്തായിരുന്നാലും പ്രസിഡൻറ്റ് എവിടെയാണെന്ന് അറിയില്ല. പ്രസിഡൻറ്റ് വിളിച്ചിരുന്നു. പ്രസിഡൻറ്റ് പറഞ്ഞത് വെള്ളം വാട്ടർ അതോറിറ്റിയാണ് തരേണ്ടത്. അത് വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. മോട്ടർ 2 ദിവസം കഴിയുമ്പോൾ നന്നാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെള്ളം കിട്ടിയിട്ടില്ല. കേടായ മോട്ടോർ 2 ദിവസത്തിനുള്ളിൽ നന്നാക്കി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും 2ാമത്തെ മോട്ടോർ പ്രവർത്തനക്ഷമമായി സൂക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകി. മെമ്പർമാരായ CV ഷേർലി, മഞ്ജു ബിനോയ്, PS രാജേഷ് എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. BDC വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ പ്രതിഷേധ ജ്വാല നടത്തി. ഭാരതീയ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെഹ്റു പാർക്കിൽ പ്രതിഷേധ ജ്വാല നടത്തിയത്.
കണ്ണൂർ BDC വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലപാതകളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ ജ്വാല നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി AC ചന്ദ്രൻ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. നെഹ്റു പാർക്കിൽ നടത്തിയ പ്രതിഷേധ യോഗം ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് NK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് ദളിത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് NK അനിൽകുമാർ പറഞ്ഞു. ഇന്ന് സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങളുടെ ഇടയിലും സംശയാസ്പദമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രാവിലെ 11 മണിക്ക് നിതിൻ സ്വന്തം പിതാവിനെ വിളിച്ച് വീട്ടിലേക്ക് വരുവാൻ ബസ് ചാർജ് അയച്ചു തരണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കകം നിതിൻ രാജിന്റെ മരണം നടക്കുകയുണ്ടായി. ഇന്നലെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിതിൻ രാജിനെ കോളേജിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നിതിൻ രാജിന്റെ ഫോൺ മേടിച്ചു ക്രൂരമായി ഓഫീസിനുള്ളിൽ മർദ്ദിക്കപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നിതിൻ രാജിനെ ജാതിയുടെ പേരിൽ ക്രൂരമായി ആക്രമിക്കുകയും ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ആക്ഷേപിച്ചതിന്റെ ഫലമായാണ് അവിടെ വലിയ സംഘർഷം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇതിന്റെ പിന്നിൽ ജാതിയുടെ പേരിൽ ആക്രമിക്കപ്പെട്ട നിതിൻ രാജിനെ ക്രൂരമായി കൊല ചെയ്ത് ആ കോളേജിന്റെ മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞതാണ് എന്ന് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി ദളിത് സമൂഹവും മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൽത്തുരങ്കിൽ അടയ്ക്കുവാനുള്ള നടപടിയുമായി കേരള പോലീസ് മുന്നോട്ട് പോകണമെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസിന് പറയുവാനുള്ളത്. ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അമൃത് ദത്തൻ MK അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പായ്പ്ര കൃഷ്ണൻ, ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് TA കൃഷ്ണൻകുട്ടി, ജില്ലാ സെക്രട്ടറി രാജു മക്കുപാറ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റെജി പ്ലാച്ചേരി, സേവാദൾ സംസ്ഥാന സെക്രട്ടറി ഭദ്രപ്രസാദ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ലൈജു കോതമംഗലം, TC രവി, സന്തോഷ് പട്ടിമറ്റം, ആദിവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീവ് ബോസ്, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുനിത EA, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സിനിജ സനൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 7ാമത് എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനം ഏപ്രിൽ 22-ന് മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 7ാമത് എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനം ഏപ്രിൽ 22-ന് മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടും. പ്രതിനിധി സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രസിഡന്റ് ടോമി സെബാസ്റ്റ്യൻ IPS, സെക്രട്ടറി പോൾ ജോസഫ്, ട്രഷറർ KS സലീം, വൈസ് പ്രസിഡന്റ് TA മുഹമ്മദ് ബഷീർ, സ്വാഗത സംഘം ചെയർമാൻ മുരളി S, സ്വാഗത സംഘം കൺവീനർ രഘുനാഥൻ N, പബ്ലിസിറ്റി കൺവീനർമാരായ മാണി PK, സലീം പൂത്തൂക്കാടൻ, കൺവീനർ PB ഗോപകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം റൂറൽ ജില്ലയുടെ 7ാമത് ജില്ലാ സമ്മേളനമാണ് മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ഇതിൻ്റെ പ്രതിനിധി സമ്മേളനം ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ MLA ശ്രീ മാത്യു കുഴൽനാടൻ അവർ നിർവഹിക്കുന്നു. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എറണാകുളം റേഞ്ച് DIG ശ്രീ അരുൾ B കൃഷ്ണയാണ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പെൻഷൻ പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ നല്ല കാലം മുഴുവൻ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കും ഡിപ്പാർട്ട്മെൻറ്റിനും ഗവൺമെൻറ്റിനും വേണ്ടി മഴയും വെയിലും മഞ്ഞും കൊണ്ട് രാത്രിയൊന്നും പകലൊന്നും നോക്കാതെ സേവനം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ വിരമിക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഈ സംഘടന രൂപം കൊണ്ടത്.
ആ അവകാശങ്ങൾ നേടിയെടുക്കുക നിലനിർത്തുന്നതിനും വേണ്ടിയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പെൻഷൻ പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടിശ്ശികകളും അതുപോലെ പുതിയ പേ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം ലഭിക്കാതിരിക്കുന്നു. ഞങ്ങളൊരിക്കലും സമരം ചെയ്യാൻ താല്പര്യമുള്ള സംഘടനയല്ല, സമരക്കാരെ നേരിടുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റായിരുന്നു ഞങ്ങൾ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 63 അംഗങ്ങളാണ് മരണപ്പെട്ടു പോയത്. അവർക്കൊന്നും ഈ കഴിഞ്ഞ മാസം കിട്ടിയ 10% DA അനുമതി ലഭിച്ചില്ല. അവർ വയസ്സാവുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി സേവനം ചെയ്യുന്ന ഞങ്ങളെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഡിപ്പാർട്ട്മെൻറ്റിനും ഗവൺമെൻറ്റിനും ഒക്കെ ബോധിപ്പിക്കുന്നതിനും അത് നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഈ സമ്മേളനത്തിന് ഏകദേശം 700 അംഗങ്ങൾ പങ്കെടുക്കും. 1400 അംഗങ്ങളുള്ളതിൽ 700 അംഗങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. KSPPWA റൂറൽ ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. 11:30 നടക്കുന്ന പൊതുസമ്മേളനം എറണാകുളം റേഞ്ച് പോലീസ് DIG ഡോക്ടർ അരുൺ RB കൃഷ്ണ IPS ഉദ്ഘാടനം ചെയ്യും. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS മുഖ്യപ്രഭാഷണം നടത്തും. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ചീഫ് KS സുദർശനൻ IPS, മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി, KSPPWA സംസ്ഥാന പ്രസിഡന്റ് PK ബോധരൻ നായർ IPS, ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ, സെക്രട്ടറി K മണികണ്ഠൻ നായർ എന്നിവർ പ്രസംഗിക്കും. വനിതാ പഞ്ചായത്ത് മെമ്പറെയും മകനെയും ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയെന്ന് ആരോപിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. വനിതാ പഞ്ചായത്ത് മെമ്പറെയും മകനെയും ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിണവർക്കുടി ആഞ്ഞിലിക്കുടി മധുവിനെയാണ് കുട്ടമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. വനം വകുപ്പ് RRT വാഹന ഡ്രൈവറായ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുട്ടമ്പുഴ പിണവർക്കുടിയിൽ പഞ്ചായത്ത് അംഗം മിന്ദു രാജേന്ദ്രനെയും മകൻ ഉൾപ്പെടെ ഒപ്പമുണ്ടായിരുന്നവരെയുമാണ് സംഘം ആക്രമിച്ചത്. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയെന്ന് ആരോപിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. CPM നേതാവ് ഉൾപ്പെടെയുള്ളവർ ആക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മൊഴി ഉണ്ടായിരുന്നെങ്കിലും പോലീസ് പ്രതി ചേർത്തിട്ടില്ല. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മണ്ണാൻകടവ് തോട്ടിലേക്ക് വീണ്ടും ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ആരക്കുഴ റോഡിൽ നിന്ന് തോട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് പ്രധാനമായും സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ തള്ളുന്നത്. നഗരത്തിലെ പ്രധാന ജനവാസ മേഖലയായ പേട്ടയിലൂടെ ഒഴുകുന്ന മണ്ണാങ്കടവ് തോട്ടിലേക്ക് വീണ്ടും ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. മാലിന്യം തള്ളുന്നത് മൂലം 200-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അസഹനീയമായ ദുർഗന്ധവും പകർച്ചവ്യാധി ഭീഷണിയുമാണ് ഉയരുന്നത്. ആരക്കുഴ റോഡിൽ നിന്ന് തോട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് പ്രധാനമായി സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ തള്ളുന്നത്. മലിനമായ ഈ തോട് ചെന്നു ചേരുന്നത് മൂവാറ്റുപുഴയാറിലാണ്. ഇത് നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള പദ്ധതിയെ നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. വേനൽ കടുത്തതോടെ കൊതുകിൻ്റെയും ഈച്ചയുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വേണ്ടത്ര ഗൗരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നത്. സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഉൾപ്പെടെ നഗരത്തിലെ മുഴുവൻ അഴുക്കും പേർന്ന കനാലായി മണ്ണാങ്കടവ് തോട് മാറിയിരിക്കുകയാണ്. കടുത്ത വേനലിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യത ഏറെയാണ്. വേനൽക്കാലം ആയതിനാൽ ഒഴുക്ക് കുറഞ്ഞ തോട്ടിൽ മാലിന്യം കെട്ടിക്കിടന്ന് കറുത്ത നിറമായി മാറിയിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. വാഴക്കുളം മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടിയ പോലീസിനെ അഭിനന്ദിച്ച മർച്ചന്റ് അസോസിയേഷൻ. നൈറ്റ് പെട്രോളിംഗും നിരീക്ഷണവും ശക്തമാക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വാഴക്കുളം പോലീസ് സ്റ്റേഷന് എതിർവശത്തെ മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന് ലക്ഷക്കണക്കിന് രൂപയും ഫോണും കവർന്ന കേസിലെ പ്രതിയെ പിടികൂടിയ വാഴക്കുളം പോലീസിന് അഭിനന്ദനം അറിയിച്ച മർച്ചന്റ് അസോസിയേഷൻ. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 2ഓടെ കടയുടെ മുൻവശത്തെ ഷട്ടറിന്റെ ലോക്ക് പൊളിച്ച് അകത്ത് കയറിയ പ്രതികൾ കൗണ്ടർ ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപയും സർവീസിംഗിനായി കൊണ്ടുവന്ന 13 മൊബൈൽ ഫോണുകൾ, CCTV DVR, മൊബൈൽ ചാർജുകൾ എന്നിവയാണ് മോഷ്ടിച്ചത്. ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് കേസിൽ പ്രതിയായ എടത്തല തൈപ്പറമ്പിൽ സാനു സേവിയറിനെ വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 25,000 രൂപയും 5 ഫോണുകളും പോലീസ് കണ്ടെടുത്തു. ഇതോടെയാണ് പോലീസിന് അഭിനന്ദനം അറിയിച്ച് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ ഉള്ളവർ രംഗത്തെത്തിയത്. വാഴക്കുളത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിശ്ചിതമായ ഇടവേളകളിൽ ഇങ്ങനെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി പല കാലഘട്ടങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുമ്പ്
വാഴക്കുളത്തെ ഏതാണ്ട് പോലീസ് സ്റ്റേഷന് മുൻവശത്തായിട്ട് തന്നെ നിയ മൊബൈൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വെളുപ്പിന് 2:30 2 മോഷ്ടാക്കൾ വരികയും ആ സ്ഥാപനം തല്ലി തകർത്ത് അവിടെ നിന്ന് മോഷണം നടത്തുകയുണ്ടായി. ഏതായാലും ഈ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായ ഇടപെടൽ വാഴക്കുളം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 6 ദിവസം, ഇന്ന് 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസമായപ്പോഴും പ്രതികളിൽ ഒരാളെ പിടിക്കുകയും ഇന്നിവിടെ കൊണ്ടുവന്ന് തെളിവെടുക്കുകയും കുറച്ച് മോഷണം പോയ സാധനങ്ങൾ തിരിച്ചെടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയതിന് വാഴക്കുളം പോലീസിനെ പ്രത്യേകം വാഴക്കുളം മർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിൽ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള പെട്രോളിങ്ങും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണങ്ങളും എല്ലാം ശക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ടൗണിലെ ഏറ്റവും വെളിച്ചമുള്ള ഏറ്റവും ടൗണിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇങ്ങനൊരു മോഷണം നടന്നത്. അപ്പോൾ അത് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പ്രതിയെ കണ്ടെത്താനും അതിൻ്റെ കാര്യങ്ങൾ റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് പോലീസ് എടുത്ത ഒരു വലിയ എഫേർട്ടിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും വളരെ നല്ല പ്രവർത്തനമാണ് വാഴക്കുളം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഈ വാഴക്കുളത്തെ പോലീസുമായി ബന്ധപ്പെട്ട് നല്ല ഒരു സഹകരണവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ നല്ല ഒരു പ്രവർത്തനവും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നേരുന്നു. നൈറ്റ് പെട്രോളിംഗും നിരീക്ഷണവും ശക്തമാക്കണമെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. MCS Hospital, we take care of your health. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മേക്കടമ്പ് പള്ളിത്താഴത്തിന് സമീപം കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയത് നന്നാക്കാൻ റോഡ് പൊളിച്ചത് ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന ആവശ്യം ശക്തമായി. വ്യാഴാഴ്ച ടാറിംഗ് നടത്തിയ റോഡ് വെള്ളിയാഴ്ചയാണ് പൊളിച്ചത്. നവീകരണത്തിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റിയാണ് റോഡ് നിർമ്മാണം നടത്തുന്നത്. ഇവർ ഈ ഭാഗത്ത് പഴയ പൈപ്പ് ലൈൻ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിനായി ഓട നിർമ്മിച്ചില്ല. റോഡ് തുറന്നത് ഉടൻ തന്നെ പുനർനിർമ്മിച്ചില്ലെങ്കിൽ തിരക്കുള്ള പാതയിൽ അപകട സാധ്യതയുണ്ടെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കല്ലൂർക്കാട് കുന്നിനിക്കാട്ട് ഷെറി നീലകണ്ഠൻ 57 നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ സുമ, നാടുകുന്നേൽ കറുകപ്പിള്ളി, മക്കൾ അശ്വിൻ, അനിമോൾ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.